ഏവർക്കും നമസ്കാരം. ഇന്ന് അല്പം വിചിത്രമായ ഒരു സാധ്യത നിങ്ങളുടെ അനുവാദത്തോടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിക്കൊള്ളട്ടെ. ക്രിസ്ത്യാനികൾ പൊതുവെ വേദപുസ്തകം വായിക്കണമെന്നും ആത്മീയമായ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ വായിക്കണമെന്നും ഒക്കെ അറിവുള്ളവരാണ്. എത്രമാത്രം വായനാശീലം ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട് എന്നത് ഒരു പ്രഹേളികയായി അവശേഷിക്കുന്നു. ഞാൻ അതിനെപ്പറ്റി ഈ വീഡിയോയിൽ കൂടുതലായി ഒന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ക്രിസ്ത്യാനികൾ പരക്കെ അവഗണിച്ചു വച്ചിരിക്കുന്ന ഒരു സാധ്യതയെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. അത് മറ്റൊന്നുമല്ല, വിശാലമായ വായനയിൽ കൂടെ ആത്മീയമായ ആശയങ്ങളെ അതർഹിക്കുന്ന ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ആത്മീയ ബൗദ്ധിക സ്വാതന്ത്ര്യം വളർച്ചയിൽ കൂടെ പ്രാപിപ്പാൻ നമുക്കിടയാകും എന്ന അനുഭവ സത്യമാണ്. അത് ഈ വേദപുസ്തക പ്രഘോഷണങ്ങളുടെ മധ്യത്തിൽ ആരും ഒരിക്കലും പറയാത്തതായതുകൊണ്ട് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാനിപ്പോൾ മുതിരുന്നത്. ഞാൻ അല്പമൊക്കെ വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. കൂടുതൽ വായിക്കും തോറും അങ്ങനെയുള്ള പുസ്തകങ്ങളെ പറ്റിയുള്ള മതിപ്പ് എൻ്റെ മനസ്സിൽ കുറഞ്ഞു വരികയാണ്. കാരണം അവർ പറയുന്നത് അവരന്വേഷിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. ഓരോരുത്തരും അവരുടേതായ പരിമിതമായ അവസ്ഥയിൽ നിന്നും അറിവുകളിൽ നിന്നും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയവ കുറിച്ചു വെക്കുന്നു. അത് നാം വായിക്കുന്നു. അതിൽ അർത്ഥമുണ്ട്, വിലയുണ്ട് എന്നത് ഞാൻ നിരാകരിക്കുന്നില്ല. പക്ഷെ അത് പരിമിതമാണ്. സ്വന്തമായി അന്വേഷിക്കാനുള്ള കടമയുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമേറിയ നിമിഷമെന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ അന്വേഷിച്ച കൂട്ടത്തിൽ എൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഒരു കാലം വരെ സാഹിത്യമായിരുന്നു എന്നതുകൊണ്ട് സാഹിത്യത്തിൽ കൂടെ ആത്മീയമായ ആശയങ്ങളെ മനസ്സിലാക്കാൻ സാധ്യമാകുമോ എന്ന് ഞാൻ വളരെ വ്യാപകമായി അന്വേഷിച്ചിട്ടുണ്ട്. ആ അന്വേഷണം എനിക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ പകർന്നു തന്നിട്ടുണ്ട് എന്നത് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഒരുപക്ഷെ ടോൾസ്റ്റോയിൽ കൂടെയും ഡോസ്റ്റോയവസ്കിയിൽ കൂടെയും വിക്ടർ ഹ്യൂഗോയിൽ കൂടെയും ഞാൻ അറിഞ്ഞ ആത്മീയമായ ആഴങ്ങൾ വേദപുസ്തക പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകളുടെ പുസ്തകത്തിൽ നിന്ന് എനിക്ക് ഗ്രഹിക്കാൻ ഇടയായിട്ടില്ല. അതുകൊണ്ട് തന്നെ സാഹിത്യത്തിൽ കൂടെയും ആത്മീയമായ ആശയങ്ങൾ, അറിവുകൾ പ്രാപിപ്പാൻ നാം കൂട്ടാക്കണം എന്ന് എന്നെ ശ്രവിക്കുന്ന ഏവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിനും അവരോട് അഭ്യർത്ഥിക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ മലയാളത്തിൽ എനിക്ക് വളരെ ഇപ്പോൾ താല്പര്യമുള്ള VJ ജെയിംസ് എന്ന് പറയുന്ന നോവലിസ്റ്റ്, അദ്ദേഹം ചെറുകഥകളും എഴുതിയിട്ടുണ്ട്. ബാലസാഹിത്യത്തിന് ഒരു പുസ്തകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കിനാവ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്നെ ചില കാര്യങ്ങളിൽ വളരെയധികം ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ VJ ജെയിംസിൻ്റെ പുസ്തകം ആദ്യമായി ഞാൻ വായിച്ച ആദ്യ പുസ്തകം നിരീശ്വരൻ എന്ന പുസ്തകമാണ്. നിരീശ്വരൻ. പക്ഷെ ഇത് നിരീശ്വരവാദത്തെ എല്ലാവരും സ്വീകരിക്കണമെന്ന ആശയത്തിലല്ല, തെറ്റിദ്ധരിക്കരുത്. ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതിനുശേഷം വായിച്ച പുസ്തകം പുറപ്പാടിൻ്റെ പുസ്തകം എന്ന പുസ്തകമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം ഇത് വളരെ മനോഹരമായി എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകമാണ്. അതിനുശേഷം ഞാൻ വായിച്ച പുസ്തകമാണ് ആൻറ്റി ക്ലോക്ക് എന്ന് പറയുന്ന പുസ്തകം. ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ വെളിപ്പെടുത്താൻ പോകുകയാണ്. അതിനുശേഷം ഞാൻ വായിച്ച പുസ്തകമാണ് ചോരശാസ്ത്രം എന്ന പുസ്തകം. അതിനുശേഷമായി വായിച്ച പുസ്തകമാണ് ദത്താപഹാരം എന്ന പുസ്തകം. ഇത്ര മാത്രമേ ഞാൻ അദ്ദേഹത്തിൻ്റെ കൃതികളായി വായിച്ചിട്ടുള്ളൂ. അനേകം മറ്റ് കൃതികൾ ഞാൻ എൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അത് മുഴുവനും വായിക്കാൻ
ഞാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ താല്പര്യം. അപ്പോൾ ജെയിംസിൻ്റെ ആശയങ്ങൾ എന്നെ എന്തുകൊണ്ട് തൃപ്തിപ്പെടുത്തുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ആൻറ്റി ക്ലോക്ക് എന്ന പുസ്തകം, ഇത് ഒരു ശവപ്പെട്ടി കടയിൽ മാത്രം പരിമിതപ്പെട്ട് അല്ലെങ്കിൽ അത് കേന്ദ്രീകൃതമായിട്ടുള്ളൊരു കഥയാണ്. ശവപ്പെട്ടി ഉണ്ടാക്കി വിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിൻ്റെ മുഖ്യ കഥാപാത്രം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും തമ്മിൽ മതത്തെപ്പറ്റി നടത്തിയ ഒരു സംഭാഷണം ഇത് രേഖപ്പെടുത്തിയിട്ടുള്ള 131-132 പേജുകളിലാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് വീണ്ടും ഒന്ന് മടങ്ങി വന്ന് അതിൻ്റെ ചില ആശയങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകത്തക്കവണ്ണം നിങ്ങളുമായി ചർച്ച ചെയ്യുക എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് സമയം കളയാതെ നേരെ ഈ പുസ്തകത്തിന് 131 പുറത്തേക്ക് കടന്നുചെല്ല. വിശപ്പ് ഒതുങ്ങിയപ്പോൾ വീണ്ടും എൻ്റെ മനസ്സിൽ ഡേവിഡിനെതിരെ കർത്താവിന് വേണ്ടി സമർപ്പിക്കേണ്ടി വന്ന പ്രാർത്ഥന മുട്ടുകുത്തി നിന്ന് കൈകൂപ്പാൻ തുടങ്ങി. ഡേവിഡ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു ശവക്കുഴി തോടുന്ന ഗ്രേവ് ഡിഗർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ശവം അടക്കുന്നതിന് വേണ്ടി കുഴി ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ മകനാണ് ഡേവിഡ്. ഈ ഡേവിഡ് ഒരു അമാന്തം കാണിച്ചു. ക്രിസ്ത്യാനിയല്ലാത്ത ശാരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു. അത് ക്രിസ്ത്യാനിയായ അപ്പന് വളരെയധികം വേദനയുണ്ടാക്കി. അപ്പോൾ ഡേവിഡിന് നല്ല ബുദ്ധി തോന്നണേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് സുഹൃത്ത് ഈ നമ്മുടെ കഥാപാത്രത്തെ അറിയിച്ചപ്പോൾ അങ്ങനെ ആ പ്രാർത്ഥനയാണ്. ഇപ്പൊ ഡേവിഡിന് മാനസാന്തരം ഉണ്ടാകേണ്ട പ്രാർത്ഥനയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. മകനെ നല്ല മാർഗത്തിൽ നടത്തണമെന്ന് ആ യാചിപ്പിലുള്ളല്ലോ എന്ന് ഞാൻ ആശ്വസിക്കാനും ശ്രമിച്ചു. ആദ്യം ഒരു വശക്കേടിന് കീഴ്പ്പെട്ടു പോയെങ്കിലും ശരിക്കും ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക തന്നെ ചെയ്തു. കർത്താവ് എങ്ങനെയാകും ആ അപേക്ഷയെ സമീപിക്കുന്നതെന്നറിയാതെ ഞാൻ അന്നേരം മദ്ബഹായിക്ക് നേരെ ഒരു സങ്കട നോട്ടം അയച്ചിരുന്നു. ക്രൂശിൽ തൂങ്ങപ്പെട്ടവൻ്റെ മുഖം മരണത്തിലേക്ക് ഒടിഞ്ഞ് ഞാന്ന് കിടന്നതിനാൽ എനിക്കൊരു വ്യക്തതയും കിട്ടിയില്ല. മുകളിൽ ഒരു വൃന്ദം മലാഖമാർ ദുഃഖത്തിൻ്റെ പാനപാത്രം മൂന്നുന്നവന് ശക്തി പകരാനായി ഒത്തുകൂടിയിരുന്നു. പാടുപീഡകളുടെ ആണിപ്പഴിന്മേൽ തൂങ്ങിക്കിടക്കുന്ന ദൈവപുത്രന് മനുഷ്യരുടെ പങ്കപ്പാടുകൾ കൂടി ഏൽക്കേണ്ടി വരുന്നത് എത്ര കഷ്ടമാണ്. ഒരുപക്ഷെ ശാരീരികമായി കൂടിച്ചേർന്നതിലൂടെയാണ് ഡേവിഡിന്റെ വഴിയിലെ കല്ലും മുള്ളും നീങ്ങിപ്പോകുകയെന്ന് അവന്, അതായത് യേശുവിന് തോന്നിയാലോ. ആ വഴിയിലൂടെ ആലോചന ചെന്നതോർത്ത് പാപം ചെയ്തവനെ പോലെ എനിക്ക് ലജ്ജ തോന്നി. പ്രാർത്ഥിച്ചതിനെ പറ്റി അദ്ദേഹം ലജ്ജിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനെ മനുഷ്യൻ നിർമ്മിച്ച അതിരുകളിലും കളങ്ങളിലും പിടിച്ചിരുത്തുന്നത് മുട്ടൻ അപരാധം തന്നെ. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സകലചരാചരങ്ങളുടെയും സൃഷ്ടാവ് ഏതെങ്കിലും ഒരു ചെറു വിഭാഗത്തിൻ്റെ മാത്രം നാഥനാണെന്ന് ചിന്തിക്കുമ്പോൾ സൃഷ്ടാവിനെ തന്നെ പരിമിതപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. വെറും ഒരു ശവപ്പെട്ടി പണിക്കാരനായ എൻ്റെ അപ്പന് പോലും വലിയ ദൈവജ്ഞനേക്കാൾ ഈ കാര്യത്തിൽ ജ്ഞാനമുണ്ടായിരുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ അപ്പനോട് ഈ കുനഷ്ഠ ചോദ്യം ഉന്നയിച്ചിരുന്നു. നമ്മൾ എന്തിനാപ്പാ ചാക്കപ്പനും വർക്കിയും പോണ പള്ളിയിൽ പോവാത്തത്? അവർ പറയണത് അവർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്നാ. അവരുടെ കാണത്തെ കർത്താവിൻ്റെ ശരിക്കുള്ള സഭ. അപ്പനാരാ മോൻ? എൻ്റെ ചോദ്യം കേട്ട് മുഴക്കോല് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചിരിച്ചു. അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ കൈ പറഞ്ഞു വന്നതായിരുന്നു ആ കോല്. തെങ്ങിൻ്റെ അകല് കൊണ്ട് നിർമ്മിച്ച 7 അടി നീളമുള്ള മുഴക്കോല്. പിന്നീട് എൻ്റെ കയ്യിൽ വന്നു ചേരാനിരുന്ന പരമ്പരാഗത സ്വത്ത്. അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ അപ്പൻ്റെ പണി മകൻ ഏറ്റെടുക്കുന്നു. അങ്ങനെയാണ് ഇപ്പോഴത്തെ ശവപ്പെട്ടി പണിക്കാരൻ നമ്മുടെ കഥാപാത്രമായ അദ്ദേഹത്തിന് ഈ 7 അടി നീളമുള്ള മുഴങ്കോല് കൈവന്നത്. എല്ലാ പള്ളിക്കാരുടെയും വിചാരം, ഇത് അദ്ദേഹത്തിൻ്റെ അപ്പം പറയുന്നത്, എല്ലാ പള്ളിക്കാരുടെയും വിചാരം അതാണ് ഹെൻറി. ഹെൻറി എന്ന് പറഞ്ഞാൽ ഹെൻറി എന്നതിൻ്റെ പ്രാകൃത രൂപമാണ് ഇൻട്രി. ഈ ശവപ്പെട്ടി പണിക്കാരൻ്റെ പേര് ഹെൻറി എന്നാണ്. അപ്പനെ അതോട് വിളിക്കുന്നത് ഇൻട്രി എന്നാണ്, ഇൻട്രി. എല്ലാ പള്ളിക്കാരുടെയും വിചാരം അതാണ് ഹെൻറി. അവരവരുടെ വിഭാഗമാണ് കേമമെന്നും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും പറയാൻ
വേദപുസ്തകത്തിൽ നിന്ന് സൗകര്യപൂർവ്വം അടർത്തിയെടുത്ത ഓരോ ന്യായവും കാണും എല്ലാവർക്കും. ഓർത്താ തമാശ തോന്നും. ഒരേ ഒരു കർത്താവും അവരെ ചൊല്ലി തമ്മിൽ തല്ലണം 150 കൂട്ടരും. അപ്പം ഇതിലേതാ ശരിയുള്ള സഭ? ആരുടെ പക്ഷത്താ കർത്താവ് നിൽക്കുക? മകൻ അപ്പനോട് ചോദിക്കുക. കർത്താവിൻ്റെ സഭ സ്നേഹത്തിൻ്റെ സഭയാണ്, കരുണയുടെയും എളിമയുടെയും സഭ. അവർ ഹൃദയം പരിശോധിച്ചിട്ട് ആളെ ഒപ്പം കൂട്ടുക, അല്ലാണ്ട് പണമോ സ്ഥാനമാനമോ സഭ പോലുമോ നോക്കിയിട്ടല്ല. കുരിശിൽ പെടേണ്ട നേരത്ത് പോലും ഒരു കള്ളന് കൂടി സ്വന്തം പറുദീസയിൽ ചേർത്ത കാരുണ്യവാൻ ഏത് സഭയിലെ കുഞ്ഞാടായിട്ട് ഉള്ളവരും ആ കള്ളനെന്ന് ഏത് സഭയിലെ കുഞ്ഞാടായിട്ട് വരും ആ കള്ളനെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരേ ക്രിസ്തുവിനെ പ്രതി ആരേലും തമ്മിലടിക്കണ ഉണ്ടെങ്കിൽ അവരാരെയും കൂടി കർത്താവ് കാണില്ല. കർത്താവിൻ്റെ പേരിൽ എരിവോട് തമ്മിലടിക്കുന്നവരെ കർത്താവ് അറിയുന്നില്ല എന്ന് അദ്ദേഹം പറയും. ഈ സഭയിൽ ഒന്നും പെടാത്തവരാണെ കൂടി സന്മനസ്സുള്ളവരുടെ കൂടെ കാണുകയും ചെയ്യും. അല്ലെ പിന്നെ കർത്താവിനെങ്ങനെ സകല സൃഷ്ടിയെയും ആകാൻ ഒക്കുക? ഇൻട്രി, നീ ഇതൊന്ന് മനസ്സിൽ വെച്ചോ. സ്വർഗരാജ്യം അവനവനിൽ തന്നെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞവന് സ്തുതിക്കാനല്ലാണ്ട് പ്രാർത്ഥിക്കാൻ ഒരു കാരണവും കാണില്ല. പ്രാർത്ഥിക്കേണ്ട, സ്തുതിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഉണ്ടാവുമോ ആരെങ്കിലും? മകൻ അപ്പനോട് ചോദിക്കുകയാണ്. അപ്പൻ ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ഉടവാള് പോലെ മുഴക്കോൽ ചുറ്റും വീശി. ചിരി മാത്രമായിരുന്നു ചില സമയം അപ്പൻ്റെ മറുപടികൾ. അതിൽ നിന്നും പെറുക്കിയെടുത്തു കൊള്ളണം ആവശ്യക്കാരൻ. അപ്പൻ ഒരു കാര്യസാധ്യത്തിനായും പ്രാർത്ഥിച്ച് കണ്ടിട്ടില്ലല്ലോ എന്ന് ഞാൻ പെട്ടെന്ന് ഓർത്തെടുത്തു. അങ്ങനെയെങ്കിൽ എൻ്റെ അപ്പനും സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായിരുന്നിരിക്കില്ലേ? ഒന്നെനിക്ക് തീർച്ചയുണ്ട്. മോക്ഷത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാർ തിരിച്ചറിയുന്ന അടയാളങ്ങൾ കാട്ടുന്നവരായിരിക്കില്ല. അവർ സിനഗോഗുകളിൽ പ്രസംഗിക്കുന്നവരോ തൊണ്ട പൊട്ടുമാറ് കർത്തനാമം വിളിച്ചു പറയുന്നവരോ കോട്ട പോലെ ബലത്ത ആരാധനാലയങ്ങൾ പണിയുന്നവരോ ആയിരിക്കണമെന്നില്ലെന്ന് അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സമ്പന്നതയുടെയും ഉടയ തമ്പുരാൻ പിറന്നത് ഇല്ലായ്മകളുടെ കാര്യത്തൊഴുത്തിലാടാ. കൊട്ടാരം പോലെ പള്ളി പണിഞ്ഞ് അതിനുള്ളിലൊന്ന് കീറത്തുണി കൊണ്ട് നഗ്നത മറച്ച് തൂക്കിക്കടത്താൻ വിടുന്നു നമ്മൾ അവനെ. അവൻ പക്ഷേ പിറക്കാൻ തിരഞ്ഞെടുത്തത് പുൽക്കുടിയുടെ എളിമയുള്ള മനസ്സാണ്, ബലിയല്ല, കരുണയാണ് അവൻ ആവശ്യപ്പെട്ടത്. ആത്മാവിനും സത്യത്തിനുമുള്ള ആരാധനയാണ് ഏറ്റവും വലിയ ആരാധന എന്ന് വചനം വിളിച്ചു പറയുന്നാലും കേൾക്കാത്ത പോകുന്നത് എന്തുകൊണ്ടാണ് ഇൻട്രി എന്ന് അപ്പൻ മോനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഭാഗം. അത് 131, 132 പേജുകൾ. ഇന്നത്തെ 1-2 ആശയങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കി. ആദ്യമായിട്ട് പറയുന്നത്, ഞാൻ ദൈവത്തിന് വേണ്ടി ആൾക്കാരുടെ മുമ്പിൽ പ്രാർത്ഥിച്ചതിനെ പറ്റി ചിന്തിച്ചപ്പോൾ ഞാൻ സങ്കോചം വന്നു. കാരണം ഞാൻ ഈ പ്രാർത്ഥനയിൽ കൂടുതൽ കർത്താവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആശയം, അതിനെപ്പറ്റി കർത്താവ് എങ്ങനെയായിരിക്കും ചിന്തിക്കുക, എങ്ങനെയാണ് കർത്താവ് അതിനെ എന്താണ് പറയുന്നത്, അതിനോട് പ്രതികരിക്കുക എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ലല്ലോ. ഇത് വളരെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രാർത്ഥനയിൽ കൂടെ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നിരക്കുന്നതാണോ എന്നുകൂടെ ആരും ചിന്തിച്ചിട്ടില്ല. പ്രാർത്ഥനയിൽ കൂടെ നാം ദൈവത്തെ അപമാനിക്കുകയാണെന്ന് സൂചിപ്പിച്ച് ഞാൻ പണ്ട് 2 വർഷത്തിന് മുമ്പ് വീഡിയോ ചെയ്ത് തരണത്തിൽ ഓർത്തു പോവുകയാണ്. അപ്പോൾ അതൊന്നാമത്. രണ്ടാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനെ മനുഷ്യ നിർമ്മിച്ച അതിരുകളിലും കളങ്ങളിലും പിടിച്ചെടുത്തത് മുട്ടൻ അപരാധം തന്നെ. അപ്പോൾ ഹെൻറിയുടെ അപ്പനായ ഈ ശവപ്പെട്ടി പടി എന്ന ആള് പറയുന്നത് നമ്മുടെ സഭകളെല്ലാം കർത്താവിനെ അപമാനിക്കുകയാണെന്നാണ് പറയുന്നത്. സതത്തിൻ്റെ സൃഷ്ടിയായ ദൈവത്തെ ഓരോരുത്തരും അവരുടെ കൊച്ചു കൊച്ചു സഭകളിൽ കുടിയിരുത്തുന്ന ഒരു ബിംബമാക്കി അപമാനിക്കുകയും അർത്ഥപ്പതിപ്പിക്കുകയും ചെയ്യുക. ഇതും ഞാൻ പണ്ട് അവതരിപ്പിച്ചിട്ടുള്ള ആശയമാണ് എന്ന് ഞാൻ തരണത്തിൽ ഒന്ന് സൂചിപ്പിക്കട്ടെ. മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, എല്ലാ പള്ളിക്കാരുടെയും വിചാരം അതാടാ എൻട്രി, എന്താണ്, അവരുടെ വിഭാഗമാണ് ക്ഷേമമെന്നും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും പറയാൻ വേദപുസ്തകത്തിൽ നിന്ന് സൗകര്യപൂർവ്വം അടർത്തിയെടുക്കുന്ന ഒരു ന്യായം കാണും. എല്ലാവരും അവരുടെ
തികച്ചും തുച്ഛമായ നിലപാടിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി വേദപുസ്തകത്തിൻ്റെ വാക്യങ്ങൾ അടർത്തിയെടുത്ത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരു ശവപ്പെട്ടി പണിക്കാരന് ബോധ്യമുണ്ട്. അത് മറ്റുള്ളവർക്കും കൂടെ ബോധ്യമായാൽ കൊള്ളായിരുന്നു എന്ന് ഞാനും ആഗ്രഹിച്ചു പോകുകയാണ്. പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഏത് സഭയിലെ കുഞ്ഞാടായിട്ട് വരും ആ കള്ളൻ? അതായത് കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശീകരിച്ചപ്പോൾ അവൻ്റെ ഇടതും വലതുമായ രണ്ട് കള്ളന്മാരെ കൂടെ ക്രൂശീകരിച്ചു. അതിൽ വലതു ഭാഗത്തുള്ള കള്ളൻ മാനസാന്തരപ്പെട്ട് രക്ഷപ്പെട്ടപ്പോൾ യേശുവോട് പറഞ്ഞു, നീ ഇന്ന് രാത്രി എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. അങ്ങനെ അവസാന നിമിഷം മാനസാന്തരപ്പെട്ട് പറുദീസയിൽ കടന്നവൻ ഏത് സഭയുടെ അംഗമായിരുന്നിരിക്കും എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ക്രിസ്ത്യാനികൾ, വലിയ വലിയ അറിവും വിജ്ഞാനമുള്ള ക്രിസ്ത്യാനികൾ, പിന്നെ യേശുവിൻ്റെ പ്രതിപുരുഷന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന പുരോഹിതന്മാർ, മെത്രാന്മാർ, അവർക്ക് ഒരിക്കലും ചോദിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത, ചോദിക്കാൻ ആത്മീയമായ ബുദ്ധിയില്ലാത്തൊരു ചോദ്യം ഒരു പാവപ്പെട്ട അക്ഷരാഭ്യാസം പോലും ഇല്ലാത്തൊരു ശവപ്പെട്ട പണിക്കാരൻ്റെ വായിൽ നിന്ന് നാം കേൾക്കുകയാണ്. ആ കള്ളൻ ഏത് സഭയുടെ അംഗമായിട്ടാണ് പറുദീസയിൽ പോയത് എന്ന്. പിന്നെ അദ്ദേഹം പറയുന്നത്, എൻ്റെ അപ്പൻ ഇതാ ചിരി മാത്രമായിരുന്നു ചില സമയം അപ്പൻ്റെ മറുപടികൾ. അതിൽ നിന്നും പെറുക്കിയെടുത്തു കൊള്ളണം ആവശ്യക്കാരൻ. അപ്പൻ ഒരു കാര്യസാധ്യത്തിനായും പ്രാർത്ഥിച്ച് കണ്ടിട്ടില്ല എന്ന് ഞാൻ പെട്ടെന്ന് ഓർത്തു. കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തി, അവനാകട്ടെ നമ്മുടെ മാതൃക, ഈ ലോകത്തിലെ മാതൃക. നാം പ്രാർത്ഥിക്കുന്നത് മുഴുവനും കാര്യസാധ്യത്തിനാണ്. നമ്മുടെ പ്രാർത്ഥന വലിയ ഒരു ഷോപ്പിംഗ് ലിസ്റ്റാണ്. ഞാൻ പണ്ട് ചെയ്തൊരു വീഡിയോയിൽ പ്രാർത്ഥനയിൽ കൂടെ നാം എല്ലാവരും മതപരമായ തെണ്ടികളായി പോകുന്നു എന്ന് അല്പം കടുത്ത ഭാഷയെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇതൊരു നോവലിൽ കൂടെയെങ്കിലും നമുക്ക് വായിച്ച് മനസ്സിലാക്കി സ്വീകരിപ്പരിടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, ആശിച്ചു പോവുകയാണ്. അവസാനമായിട്ട് ഇവിടെ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഈ ഇന്ദ്രിയുടെ, അതായത് എൻ്റെ അപ്പൻ പറയുന്നത്, എല്ലാ സമ്പന്നതയുടെയും ഉടയ തമ്പുരാൻ പിറന്നത് ഇല്ലായ്മകളുടെ കാലിത്തൊഴുത്തിലാണ്. ആ ഇല്ലായ്മയുടെ കാലിത്തൊഴുത്തിൽ പിറന്ന കർത്താവിനെ വളരെ താല്പര്യത്തോടെ ആഘോഷിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അതെവിടെയാണ്? വലിയ വലിയ കോടികൾ പണിത പള്ളിക്കകത്താണ്. പിന്നെ കൊട്ടാരം പോലെ പള്ളി പണിത് അതിനുള്ളിൽ ഒരു ഈറത്തുണി കൊണ്ട് നഗ്നത മറച്ച് തൂക്കിക്കിടത്താൻ വിടുന്നു നമ്മളവനെ. നമ്മൾക്ക് കാണിക്കുന്ന ഈ പ്രവൃത്തിയുടെ വിരോധാഭാസം നാം മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് അക്ഷരാഭ്യാസമില്ലാത്ത മനുഷ്യൻ നമ്മോട് വെല്ലുവിളിക്കുകയാണ്. അവൻ പക്ഷേ പിറക്കാൻ തിരഞ്ഞെടുത്തത് പുൽക്കൂടിൻ്റെ എളിമയുള്ള മനസ്സുകളാണ്. ഈ പുൽക്കൂട് നമ്മുടെ മനസ്സാണ്, മനുഷ്യ മനസ്സിനെ സൂചിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ മുൻപ് പലതവണ അവതരിപ്പിച്ചിട്ടുള്ള ആശയമാണ്. ബലിയല്ല, കരുണയാണ് അവൻ ആവശ്യപ്പെടുന്നത്. കരുണയുണ്ടാകുന്ന മനുഷ്യൻ്റെ ഉള്ളിലാണ്, ബലി മനുഷ്യൻ്റെ വെളിയിലാണ് നടക്കുന്നത്. അപ്പം അതിലൊന്നും ദൈവം പ്രസാദിക്കുകയില്ല. മനുഷ്യൻ്റെ ഉള്ളിലെ അവസ്ഥയോട് മാത്രമാണ് ദൈവം പ്രസാദിക്കുന്നതും പ്രതികരിക്കുന്നതും എന്ന് അദ്ദേഹം പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ് ഏറ്റവും വലിയ ആരാധനയെന്ന് വചനം വിളിച്ചു പറയുന്നത് ആരും കേൾക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എൻട്രി എന്ന് വയസ്സനായ ശവപ്പെട്ടി പണിക്കാരൻ തൻ്റെ പിൻഗാമിയായ മകൻ ശവപ്പെട്ടി പണിക്കാരനോട് ചോദിക്കുകയാണ്. വളരെ ഹൃദയസ്പർശിയായ ചോദ്യമല്ലേ? ഇപ്രകാരമുള്ളൊരു സംവാദമെങ്കിലും നമ്മുടെ ഭവനങ്ങളിലോ നമ്മുടെ ക്രിസ്തീയ സമൂഹങ്ങളുടെ മധ്യത്തിൽ എവിടെയെങ്കിലുമോ നമ്മുടെ വേദപുസ്തക പണ്ഡിതന്മാരുടെ ഇടയിലെങ്കിലും എപ്പോഴെങ്കിലും ഒന്നുണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഇങ്ങനെയുള്ള സാധ്യതകളെ തുറന്ന മനസ്സോടൊന്ന് പരിഗണിക്കേണ്ട സ്വാതന്ത്ര്യം 100% നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഏറ്റവും വലിയ പാപ്പരത്വമാണ്, ആത്മീയമായ പഷ്ണിയാണ്, എന്ന് പറഞ്ഞാൽ പട്ടിണിയാണ്, ഇത് വലിയ ക്ഷാമമാണ്. ഇതിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാൻ ഇടയാകട്ടെ. എത്രയോ സങ്കുചിതമായ ആശയങ്ങളിലാണ് സർവത്തിൻ്റെയും സൃഷ്ടാവും ഉടമയുമായ ദൈവത്തെ നമ്മൾ കെട്ടി കൈയും കാലും കെട്ടി വെച്ചിരിക്കുന്നത്. എത്ര നികൃഷ്ടമായ രീതിയിലാണ് നാം മനസ്സിലാക്കുന്നത്. യാതൊരു ലജ്ജയുമില്ലാതെ ദൈവം തന്ന സാമാന്യ ബുദ്ധി ഉപയോഗിക്കാൻ ഒരിക്കലും കൂട്ടാക്കാതെ വെറും പൊട്ടത്തരത്തിൻ്റെ പൂമാല അണിയിച്ച് നാം കർത്താവിനെ ഒരു ബിംബത്തെ പോലെ വെച്ചിരിക്കുകയാണ് എന്ന് ഒരു നോവലിൻ്റെ താളുകൾ മറിക്കുമ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാകട്ടെ.
എന്ന താല്പര്യത്തിൽ കൂടെയാണ് ഞാൻ ജെയിംസിനെ, VJ ജെയിംസ് എന്ന എഴുത്തുകാരനെ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകമാണ് ഈ പുറപ്പാടിൻ്റെ പുസ്തകം. 1999 പ്രസിദ്ധീകരിച്ചതാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം അനേക കൃതികൾ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ വായിച്ച 5 നോവലുകൾ, ഇനിയും വായിക്കാനിരിക്കുന്ന ഏതാനും പുസ്തകങ്ങൾ ഉണ്ട്. ഇവ നമുക്കേവർക്കും ആസ്വദിച്ചുകൊണ്ടും ആശയപ്രാപ്തി കൊണ്ടുള്ള സന്തോഷം കൊണ്ടും വായിച്ചെടുക്കാവുന്ന കൃതികളാണ് എന്ന ഒരിക്കൽ കൂടെ അനുഭവത്തിൽ നിന്ന് സാക്ഷീകരിച്ചുകൊണ്ട് ഇപ്രകാരം ചിന്തയുടെ രുചിയുള്ള നോവലുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന VJ ജെയിംസ്, എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, എഴുതപ്പെട്ട താളുകളിൽ കൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖം കാണുവാൻ ശ്രമിക്കുകയാണ്. എനിക്ക് വളരെ തൃപ്തിയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ. നിങ്ങൾക്ക് അപ്രകാരമായിരിക്കും എന്ന പ്രതീക്ഷയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.